ഗാർഹിക വിജ്ഞാനം എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ചില പൊടിക്കൈകളാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മുടെ ഭവനങ്ങളിൽ അച്ചാർ എളുപ്പത്തിൽ കേടുവരുന്നതായിട്ട് കാണാം. അത് എങ്ങനെ സൂക്ഷിക്കണം കേടുകൂടാതെ എന്നതിനെക്കുറിച്ച് ചില പൊടിക്കൈകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ കുപ്പിയുടെ ഉൾവശത്ത് കടുകെണ്ണ പുരട്ടിയതിന് ശേഷം അച്ചാർ ഇടുകയാണെങ്കിൽ കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. അതുപോലെ അസറ്റിക് ആസിഡ് ഉള്ള വിനാഗിരിയോ സോഡിയം ബെൻസോയേറ്റ് പ്രിസർവേറ്റീവോ അച്ചാറിന് ഉപയോഗിക്കുക. അമ്ലരസമുള്ള അച്ചാർ ഗ്ലാസ് ബർണുകളിൽ സൂക്ഷിക്കുക. പലപ്പോഴും കണ്ടുവരാറുള്ളത് പ്ലാസ്റ്റിക് ജാറുകളിലൊക്കെ സൂക്ഷിച്ച് വരുന്നുണ്ട്. എളുപ്പം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കാലം അത് ഇട്ട് വയ്ക്കാനാണെങ്കിൽ അത് ഗ്ലാസ് ബർണിൽ തന്നെയാണ് വളരെ നല്ലത്. അച്ചാറിന് മീതെ പൂപ്പൽ പാട വരുന്നെന്ന് കണ്ടാൽ എത്രയും വേഗം പൂപ്പലുള്ള ഭാഗം കളഞ്ഞ് ഉപ്പ് വിതറി നല്ലെണ്ണയിൽ മുക്കിയ തുണി അച്ചാറിന് മീതെ വിരിക്കുക. അതും കേടുകൂടാതെ ഇരിക്കുന്നതിന് സഹായിക്കും. മറ്റു പലപ്പോഴും കണ്ടുവരുന്നതാണ് അച്ചാർ ബർണി ഇടയ്ക്കിടെ തുറക്കുന്നത്. നമ്മൾ ദിവസം ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ അത് കുറേശ്ശെ എടുത്ത് മാറ്റി വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എപ്പോഴും അച്ചാർ ബർണി തുറക്കുമ്പോൾ എളുപ്പത്തിൽ കേടുകൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ അച്ചാർ എടുക്കാൻ നനവുള്ള സ്പൂൺ ഉപയോഗിക്കുകയോ പുറത്തെടുത്ത് വെച്ച അച്ചാർ തിരികെ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല. പലപ്പോഴും നമ്മൾ യാത്രാവേളകളിൽ അച്ചാർ കുപ്പികളിൽ നിന്ന് എണ്ണ പുറത്തേക്ക് പലപ്പോഴും വരുന്നത് കാണാറുണ്ട്. അതിന് ഒരു എരിയുന്ന മെഴുകുതിരി ഉപയോഗിച്ച് മൂടിയുടെ വായ്ക്ക് ചുറ്റും മെഴുകുതിരി തുള്ളികൾ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ എണ്ണ പുറത്തേക്ക് വരുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. പച്ചക്കറികൾ അച്ചാറിടുമ്പോൾ അവ കഴുകി തുടച്ച് അരമണിക്കൂർ പറ്റുമെങ്കിൽ വെയിൽ കൊള്ളിച്ച് ജലാംശം നീക്കി വേണം അച്ചാറിടാൻ. ഇത് പൂപ്പൽ വരാതിരിക്കാൻ സഹായിക്കും. സ്വാദേറും അച്ചാറിനെ കയ്പുള്ള നാരങ്ങയാണെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നാരങ്ങയിട്ട് 10 മിനിറ്റിന് ശേഷം പാകം ചെയ്യുക. വിനാഗിരി ചേർക്കുന്ന അച്ചാറിൽ മറ്റൊരു പ്രിസർവേറ്റീവും ചേർക്കേണ്ടതില്ല. ഉപ്പിലിട്ട നാരങ്ങയ്ക്ക് സ്വാദേറാൻ വിനാഗിരി ഇട്ട് അലിയിച്ചെടുത്ത ഓറഞ്ച് തൊലി കൂടി ചേർക്കുക. വിനാഗിരി ചേർക്കുന്ന അച്ചാറിൽ പഞ്ചസാര ഇട്ടാൽ സ്വാദേറും. അച്ചാറിന് ഉപയോഗിക്കുന്ന നല്ലെണ്ണ നല്ലവണ്ണം ചൂടാക്കി തണുത്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. മഞ്ഞളിൻ്റെ ഉപയോഗം അച്ചാറിന് നിറവും മണവുമേകാൻ സഹായിക്കും. അച്ചാർ കൊണ്ടുള്ള ചമ്മന്തി. കുറച്ച് പഴുതായ മാങ്ങ അച്ചാർ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അല്പം നല്ലെണ്ണ ചൂടാക്കി അതിലൊഴിച്ച് കായം പൊടിച്ചതും ചേർത്തെടുത്താൽ മാങ്ങ ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാമാണ് അച്ചാറിനെ സംബന്ധിച്ച ചില പൊടിക്കൈകൾ. നാം നിത്യജീവിതത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അച്ചാർ കേടുകൂടാതെ കുറേ കാലം ഇരിക്കാൻ സഹായിക്കും. ഇത്തരം അറിവുകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.